നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതകമായിരുന്നു കണ്ണൂർ അരിയിലെ അബ്ദുൾ ഷുക്കൂറിൻ്റേത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്ന ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞതെങ്ങനെ എന്ന വിവരണങ്ങൾ നമ്മളിൽ ഇപ്പോഴും ഭയമുണ്ടാക്കുന്നത്. ആസൂത്രണം ചെയ്ത് തടങ്കലിൽ പിടിച്ച് ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് വെട്ടിയും കുത്തിയും കൊന്നു എന്നതാണ് CBI കേസ്. CPMകാരാണ് നടത്തിയത് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ബാക്കിയില്ലാത്ത ഒരു കൊലപാതകവുമാണത്. CPMന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനും അവരുടെ MLA TV രാജേഷും പ്രതിപട്ടികയിൽ നേരത്തെ തന്നെ ഉണ്ട്. ഇരുവരും ചോദ്യം ചെയ്യപ്പെട്ടവരാണ്. P. ജയരാജൻ അറസ്റ്റിലായി ജയിലിലും കിടന്നിട്ടുണ്ട്. ഇന്ന് CBI അവരുടെ അനുബന്ധ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയ്ക്ക് ആധാരം. P. ജയരാജന് മേൽ കൊലക്കുറ്റം തന്നെ ചുമത്തിയിട്ടുണ്ട് CBI. നാട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കാലത്താണ് ഈ കുറ്റപത്ര സമർപ്പണം എന്നത് ഇതിനെ അതിപ്രാധാന്യമുള്ള ഒന്നായി മാറ്റിയിരിക്കുന്നു. CBIയെ BJP ദുരുപയോഗം ചെയ്ത് തങ്ങൾക്കെതിരായി പ്രയോഗിക്കുന്നതിൻ്റെ തെളിവാണ് ഇത് എന്നാണ് CPM ഇപ്പോഴത്തെ നീക്കത്തെ വിശദീകരിക്കുന്നത്. രാഷ്ട്രീയ കളി എന്ന ഈ ആരോപണം ഈ വിഷയത്തിൽ വിലപ്പോവുമോ? തെരഞ്ഞെടുപ്പിൽ ഈ CBI നീക്കം CPMന് ദോഷം ചെയ്യുക എങ്ങനെയൊക്കെയാണ്? കേന്ദ്ര ഭരണം വെച്ച് BJP ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് എന്ത് പ്രതികരണങ്ങൾ ഉണ്ടാക്കും? ഇക്കാര്യങ്ങളാണ് ചർച്ച. സ്വാഗതം. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇതാണ്: ഷുക്കൂർ കേസ് തെരഞ്ഞെടുപ്പിൽ CPMന് ദോഷം ചെയ്യുമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കാം. ഷുക്കൂർ കേസ് തെരഞ്ഞെടുപ്പിൽ CPMന് ദോഷം ചെയ്യുമോ? CPM നേതാവ് ശ്രീ B. ശിവദാസൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ നജീബ് കാന്തപുരം കോഴിക്കോട്ട്, കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കൊച്ചിയിൽ, മാധ്യമപ്രവർത്തകനായ ശ്രീ A. സജീവൻ കോഴിക്കോട്. ഇവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. 4 പേരിലേക്കും വരാം, ചർച്ചയിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കൊച്ചിയിൽ, ശ്രീ B. ശിവദാസൻ തിരുവനന്തപുരത്ത്, ശ്രീ A. സജീവനും നജീബ് കാന്തപുരവും കോഴിക്കോട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ B. ശിവദാസൻ, ഷുക്കൂർ കൊല ചെയ്യപ്പെട്ടു എന്നത് ഒരു വസ്തുതയാണ്. CPMകാരാണ് ആ ചെറുപ്പക്കാരനെ കൊന്നത് എന്നതും വസ്തുതയാണ്. P. ജയരാജനും TV രാജേഷും ആ പ്രതിപട്ടികയിലുണ്ട് എന്നത് വസ്തുതയാണ്. അവർ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതിൽ P. ജയരാജൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലും കിടന്നിട്ടുണ്ട്. തുടർന്നുകൊണ്ടിരിക്കുന്നൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കുറ്റപത്രം CBI കോടതിയിൽ സമർപ്പിച്ചതിനെ രാഷ്ട്രീയ പ്രേരിതം ആയ നീക്കം എന്ന് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ജനം മുഖവിലക്കെടുക്കേണ്ടത്? അത് വളരെ സ്വാഭാവികമായൊരു കാര്യമല്ലേ? ഇതിനകത്ത് നമ്മൾ അറിയേണ്ടത് 2012 നടന്നിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഈ സംഭവത്തിൻ്റെ തുടർച്ചയിൽ പിന്നീടുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. നമുക്കറിയാം എങ്ങനെയാണ് P. ജയരാജൻ്റെ വാഹനം ആക്രമിക്കപ്പെടുന്നു, TV രാജേഷിനുൾപ്പെടെ പരിക്ക് പറ്റുന്നു, അവർ ആശുപത്രിയിലാവുന്നു, തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിലേക്ക് ഞാൻ കടന്നു പോവില്ല. പക്ഷേ എങ്ങനെയാണ് P. ജയരാജൻ്റെയും TV രാജേഷിൻ്റെയും പേര് ഈ കേസിനകത്ത് വന്നത്? അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെതായിരുന്നു പോലീസ്. ആ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ P. ജയരാജനോ TV രാജേഷോ കുറ്റവാളികളായി മാറിയിരുന്നില്ല. അവർ സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞിരുന്നില്ല. അവർ അക്രമത്തിന് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞിരുന്നില്ല. എങ്ങനെയാണ് ഇവരുടെ പേര് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ 118 പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അറിയാമായിരുന്നിട്ടും കൊലപ്പെടുമെന്ന് അറിയാമായിരുന്നിട്ടും തടഞ്ഞില്ല എന്ന കുറ്റമാണ് ആദ്യം ചാർജ് ചെയ്തത്. അതിനു വേണ്ടി പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ആശുപത്രിയിലുണ്ടായിരുന്ന 2 ലീഗുകാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു? അവർ ഈ ജയരാജൻ്റെയും TV രാജേഷിൻ്റെയും ഫോൺ സംഭാഷണം കേട്ടുവെന്നും അത് കേൾക്കാനിടയായത് കൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഇവരിങ്ങനെ അക്രമം അറിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആദ്യ കാരണമായിട്ട് അവർ കാട്ടിയത്. പിന്നീട് ഈ പറഞ്ഞ ആളുകൾ തന്നെ, ഈ മുസ്ലിം ലീഗുകാരായിട്ടുള്ള ആളുകൾ തന്നെ, അവർക്ക് മുസ്ലിം ലീഗ് ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോവില്ല. ഈ ആളുകൾ തന്നെ പിന്നീട് പറഞ്ഞു, കോടതിയിൽ പറഞ്ഞു, ഞങ്ങളങ്ങനെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, ഞങ്ങൾ ആ ഹോസ്പിറ്റലിനടുത്തേക്ക് തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ സമീപ പ്രദേശത്ത് എവിടെയും ഞങ്ങൾ പോയിട്ടുമില്ല എന്ന് ഈ ലീഗ് പ്രവർത്തകന്മാരായിട്ട് ആളുകൾ പറഞ്ഞു. അപ്പം നിങ്ങൾ അറിയേണ്ടത് അങ്ങനെ പി ജയരാജൻ്റെയും ടി വി രാജേഷിൻ്റെയും പേരുകൾ
അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ ഇല്ലാതാക്കപ്പെട്ട ഒന്നാണ്. പക്ഷെ എന്താണ് പി ജയരാജൻ എന്നുള്ളത് RSSനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു പേരാണ്. അദ്ദേഹത്തെ എത്രയാണ് ഇവർ വേട്ടയാടിയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിന് തിരുവോണത്തിന് ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച് കാലും കൈയും വെട്ടി, ഇന്നും കൈക്ക് സ്വാധീനമില്ല, കാലിന് സ്വാധീനമില്ല, വേദനിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചിട്ടും നടക്കാത്തതിൻ്റെ ഭാഗമായി ഇപ്പോഴെങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഉന്മൂലനം നടത്തണമെന്ന് RSSും BJP ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി എന്ന് വിളിക്കപ്പെടുന്ന CBIയെ കോൺഗ്രസിൻ്റെ നേതാവായ മല്ലികാർജുന ഖാർഗെ എന്ന് പറഞ്ഞാൽ ലോകസഭയിലെ കോൺഗ്രസിൻ്റെ നേതാവ്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ BJP അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധമാക്കി തീർത്തിട്ടുള്ള CBI. ആ CBI അലോക് വർമ്മയെ പുറത്താക്കിക്കൊണ്ട് പുതിയതായി CBIയുടെ ഡയറക്ടറെ നിശ്ചയിക്കേണ്ടി വന്നതിലേക്ക് എത്തിയിട്ടുള്ള സാഹചര്യമൊക്കെ അറിയാവുന്നതാണ്. മല്ലികാർജുന ഖാർഗെയുടെ വാക്കുകൾ മാത്രമേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. എതിർ രാഷ്ട്രീയ പാർട്ടികളെ തകർക്കാൻ CBIയെ BJP ഉപയോഗപ്പെടുത്തും. BJPയുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് CPM ആണ്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, തലമുതിർന്ന നേതാവാണ് P ജയരാജൻ. BJPയുടെ അക്രമത്തെ എല്ലാം അതിജീവിച്ച് ഇപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നജീബ് കാന്തപുരം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ ആദ്യ ഭാഗത്തോട് താങ്കൾക്കും വിയോജിപ്പുണ്ടാകാൻ സാധ്യതയില്ല. മുസ്ലിം ലീഗിനും ഈ RSSും BJPയും കേന്ദ്ര സർക്കാരും CBI എന്ന അന്വേഷണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന കാര്യത്തിൽ നിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഷുക്കൂർ വധക്കേസിലെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നത്? ഞാൻ സനീഷെ, എനിക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം, ഇന്നലെ വരെ ശിവദാസന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ മുഴുവനും അവരുടെ സൈബർ പോരാളികൾ മുഴുവനും ശ്രമിച്ചത് CBIയെ വാഴ്ത്തി പറയാനായിരുന്നു. കാരണം അവരുടെ പ്രശ്നം മമതാ ബാനർജി ആയിരുന്നു. ഇന്നേതായാലും ഷുക്കൂർ വധവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും CBI കേന്ദ്രത്തിൻ്റെ ഒരു ചട്ടുകമാണ് എന്ന് CPM പറയേണ്ടി വന്നു എന്നതിൽ വലിയ ആശ്വാസമുണ്ട്. ഞാനിവിടെ പറയുന്ന രണ്ടു കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള രാഷ്ട്രീയത്തിലെ ഒരു ഡ്രാക്കുളയാണ് P ജയരാജൻ എന്ന് ആക്ഷേപിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം ഒരു ഭയപ്പാടുള്ള പേര് P ജയരാജൻ്റെതാണ് എന്നെല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് സംഘപരിവാറും CPMും തമ്മിലുള്ള മത്സരങ്ങളെക്കുറിച്ചും അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് പിന്നീട് പറയാം. രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ള കാര്യം. ഒന്ന്, സാധാരണ കണ്ണൂരിൽ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ കൊല്ലപ്പെടുന്നവരും കൊട്ടേഷൻ സംഘങ്ങളായിട്ട് കൊല്ലാൻ വരുന്നവരും ഒക്കെ വാടകയ്ക്ക് എടുക്കുന്ന ആളുകളാണ്. കുറ്റവാളികളും അങ്ങനെ തന്നെ വാടകയ്ക്ക് വരുന്ന ആളുകളാണ് ഉണ്ടാകാറുള്ളത്. ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന ആയുധം കൊടുത്തയക്കപ്പെടുന്ന ഒരാളും ഇന്നേ വരെ പിടിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായ വഴിത്തിരിവ് എന്ന് പറയുന്നത് P ജയരാജനും TV രാജേഷ് MLAയും ഈ കൊലപാതക കേസിൽ പ്രതികളായി കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് കൊന്നവരും കൊല്ലിച്ചവരും മാത്രമല്ല, കൊല്ലാൻ വേണ്ടി ആയുധം കൊടുത്തയച്ചവർ കൂടി പ്രതികളായിത്തീരുന്നു എന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, മുസ്ലിം ലീഗ് എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, കഴിഞ്ഞ 7 വർഷക്കാലമായി ഞങ്ങൾ ക്ഷമയോടെ നിയമത്തിൻ്റെ വഴിയിൽ കാത്തിരിക്കുകയായിരുന്നു. അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതിൻ്റെ ഭീതിതമായ ഒരു സാഹചര്യം നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ലാത്ത ഒരു വല്ലാത്ത അനുഭവമാണ്, ഓർമ്മയാണ്. അത് ഓർക്കും തോറും ഷുക്കൂറിൻ്റെ ഉമ്മ ആത്തിക ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, 7 കൊല്ലമായി എനിക്കൊരു രാത്രി പോലും കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ഉമ്മയുടെ വേദനയുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയട്ടെ, മുസ്ലിം ലീഗിന് അറിയാം, പട്ടാപ്പകൽ ഈ ഒരു കൊലപാതകം നടന്നു. ഈ കൊലപാതകത്തിൻ്റെ നേതൃത്വം കൊടുത്തവരാരാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഇതിൽ ഗൂഢാലോചന നടത്തിയത് ആരാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇന്നുവരെ ഞങ്ങൾ നിയമത്തിന്റെ വഴിയിൽ കാത്തിരിക്കുകയല്ലാതെ നിയമം കയ്യിലെടുക്കുന്ന ഒരു അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ നജീബ് കാന്തപുരം, ശിവദാസൻ, അവിടെ അവർ നിയമത്തിന്റെ വഴിയിൽ കാത്തിരുന്നു. നിയമം അതിന്റെ സമയമായപ്പോൾ, CBI അതിന്റെ സമയമായപ്പോൾ അടുത്ത നടപടികളിലേക്ക് കടന്നു. അതാണ് ഉണ്ടായത്. ഡ്രാക്കുളയാണ് P ജയരാജൻ. അതുകൊണ്ട് അദ്ദേഹമാണ് ഈ നേതൃത്വം നൽകിയത്. നേതൃത്വം നൽകിയവരിലേക്ക് അന്വേഷണം എത്തുന്ന സ്വാഭാവികമായ കാര്യമായിട്ട് മാത്രമേ മുസ്ലിം ലീഗ് കാണുന്നുള്ളൂ. അവരുടെ ഒരു പ്രവർത്തകൻ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ട സംഭവമാണ്. അതിനകത്ത് താങ്കൾ ഈ പറയുന്ന CBI വിരുദ്ധ രാഷ്ട്രീയമൊന്നും ഈ ഘട്ടത്തിൽ അവിടെ വിലപ്പോവുന്നത് ശ്രീ ശിവദാസൻ. സനീഷേ,
പി ജയരാജനെ ഡ്രാക്കുള എന്നൊക്കെ വിളിക്കുന്നത് പ്രധാനമായിട്ടും കണ്ണൂരും കേരളത്തിലും RSSകാരാണ്. ഒരു കൈ ഒറ്റക്കയ്യ ജയരാജ, നിൻ്റെ രണ്ടാമത്തെ കൈയും കത്തും എന്ന് RSS തന്നെയാണ് മുദ്രാവാക്യം വിളിക്കാറ്. പക്ഷേ കണ്ണൂർ ജില്ലയിലെ നജീബിൻ്റെ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മുനീവർ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ണൂരിൽ അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ ജാഥയുടെ സ്വീകരണ കേന്ദ്രത്തിൽ പറയുണ്ടായി, പി ജയരാജൻ കേരളത്തിൽ നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, കണ്ണൂർ ജില്ലയിൽ വിശിഷ്യ അദ്ദേഹം നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ ഞാൻ അഭിമാനത്തോടെയാണ് കാണുന്നത്. അതിനെല്ലാ ആശംസയും ഞാൻ നേരുന്നു. അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ ഞാൻ നേരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായിട്ടുള്ളൊരു നേതാവ് ഒരു ജാഥ നയിച്ചത്. ഞാൻ പറഞ്ഞത് തുറന്നു പറയുന്ന ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ മുസ്ലിം ലീഗിൻ്റെയും ഭാഗമായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. രണ്ടാമത്തേത് ജയരാജനെ പ്രതിയാക്കുക എന്നുള്ളതും ജയരാജനെയും ടി വി രാജേഷ് കേരളത്തിലെ മികച്ച MLA-മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കല്യാശ്ശേരിയിലെ ജനങ്ങളോട് ചോദിച്ചാൽ ആ ജനങ്ങൾ പറയും. ശിവദാസൻ ആ കാര്യങ്ങൾ കൊണ്ട് പക്ഷേ ഇതിന് പ്രതിരോധം തീർക്കാനാകുമോ? അദ്ദേഹം മികച്ച MLA ആയിരിക്കും, പി ജയരാജന് നേരെ ശാരീരികമായ ആക്രമണം ഉണ്ടായിരിക്കും. പക്ഷെ ഒരു കൊലപാതകം നടന്ന് അതോട് ബന്ധപ്പെടുത്തി ഈ ഉള്ള സംഗതികളെ ഇവർക്ക് നല്ല വശങ്ങൾ കൂടെ ഉണ്ട്, ഇവർ നല്ല മികച്ച രാഷ്ട്രീയ നേതാക്കൾ കൂടെയാണ് എന്നത് വെച്ച് പ്രതിരോധിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? CBIയുടേത് ശരിയായ നീക്കമല്ല എന്ന് എങ്ങനെ പറയാനാണാവുക? അവർ നിയമപരമായി കാത്തിരിക്കുകയായിരുന്നു. നിയമപരമായിട്ട് എത്തേണ്ടുന്ന സമയത്ത് CBI അന്വേഷണം സ്വാഭാവികമായി നടക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഞാൻ പറയുന്നത് പി ജയരാജൻ്റെയും ടി വി രാജേഷിൻ്റെയും സവിശേഷത ഒന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ഇതിനൊപ്പം ഈ രണ്ട് നേതാക്കന്മാരെയും ഇല്ലാതാക്കുന്നത്, രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യേണ്ടത് BJPയുടെ ഒരു അജണ്ടയാണ്. ആ BJP അജണ്ട കോൺഗ്രസിനേക്കാൾ മുസ്ലിം ലീഗിനേക്കാൾ വാശിയോടുകൂടി BJP നടപ്പിലാക്കുകയാണ്. ആ BJPയുടെ അന്വേഷണ ഏജൻസിയായ CBIയെക്കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ നിലപാടുള്ളവരാണ്. അത് മമതയുടെ വിഷയത്തിലായാലും മറ്റേത് വിഷയത്തിലായാലും CBI ഇന്ന് RSSന്റെ കയ്യിലുള്ള ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു എന്നുള്ളത് പരസ്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാം. അതുകൊണ്ട് ഈ സംഭവം തളിപ്പറമ്പിലും സമീപ പ്രദേശത്തുണ്ടായിട്ടുള്ള വിവിധ വിഷയങ്ങളെ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ഉപയോഗിക്കാം എന്നുള്ള ആലോചനയിൽ BJPയുടെ നേതൃത്വവും CBIയും മുഴുകിയിരിക്കുന്നു എന്നുള്ളത് അറിയണം. ഈ നാട്ടിലെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവരൊക്കെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവർ പ്രതികരിക്കുമെന്നുള്ളതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ശരി, ഞാൻ തിരിച്ചു വരാം ശിവദാസൻ താങ്കളിലേക്ക്. ഞാൻ വരാം താങ്കളിലേക്ക്. മറ്റതിഥികൾ കൂടെ ഉണ്ട് അവിടെ. ഷിയ സജീവൻ, ഇവിടെ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, RSSും BJPയും അവർക്ക് നിയന്ത്രണമുള്ള കേന്ദ്ര സർക്കാർ വെച്ചുകൊണ്ട് CBIയെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്, സത്യമാണത്. അത് നടപ്പാക്കുന്നുണ്ട് എല്ലായിടത്തുമായിട്ട്. പക്ഷേ ഇതൊരു കേസ്, കൊലപാതക കേസ്, നിഷ്ഠൂരമായിട്ടുള്ള അക്രമ സംഭവം, രാഷ്ട്രീയ അക്രമം, ഇങ്ങനെ കൊന്നുകളഞ്ഞത്. അവിടെ ആ കേസ് ഉണ്ടായിരിക്കെ പോലീസ് CBI ഇങ്ങനെയൊരു നടപടി എടുത്തതിനെ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? അത് CBIയുടെ രാഷ്ട്രീയ കളിയാണ്, BJP അതിന് പിന്നിൽ പ്രവർത്തിക്കുകയാണ് എന്നൊക്കെയുള്ള വാദമുഖങ്ങൾ കൊണ്ട് CPMന് അതിജീവിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? സനീഷ്, താങ്കൾ പറഞ്ഞ പോലെ CBIയെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാം. അത് ശിവദാസൻ പറഞ്ഞതൊക്കെ സത്യമാണ്. CBI പല കേസുകളിലും രാഷ്ട്രീയമായ ചട്ടുകമായി മാറിയിട്ട് തങ്ങളുടെ യജമാനന്മാർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, കേരളത്തിൽ നടന്ന കുറേ രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട്. ആ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചില കൊലപാതകങ്ങൾ നടക്കുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു, അതിൻ്റെ ഇടയിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നു, ചിലപ്പോൾ ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായിട്ട് കൊല ചെയ്യപ്പെടുന്നു, ഇങ്ങനെ പലതും ആവാം. ഹരീഷ് ഷുക്കൂറിന്റെ കൊലപാതകം എന്ന് പറയുന്നത് കേരളത്തിലുണ്ടായ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്രയും ആസൂത്രിതമായി ഉണ്ടായ ഒരു കൊലപാതകം വേറെ ഉണ്ടാവില്ല. ഇത് സംഭവിക്കുന്നത് അരിയിലല്ല. ഈ ആദ്യത്തെ ഈ ജയരാജനെയും രാജേഷിനെയും അവരുടെ വാഹനം തടഞ്ഞു നിർത്തിയിട്ട് ആക്രമിക്കുന്നത് സ്ഥലം അരിയിലാണ്. ഈ സംഭവം ഉണ്ടാവുന്ന അവിടെയല്ലല്ലോ. ഈ സംഭവത്തിന് ശേഷം പല ഭാഗത്തു നിന്നായിട്ട് CPMകാർ തടിച്ചുകൂടിയിട്ട് പല അക്രമ സംഭവത്തിലേക്ക് പോകുന്നതിനിടയിൽ, അല്ലെങ്കിൽ അവർ തടിച്ചുകൂടി നിൽക്കുന്നതിനിടയിൽ ആണ് ഈ ഷുക്കൂറും സംഘവും വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അത് CPMന്റെ കേന്ദ്ര സ്ഥാനത്തേക്കാണ് പോകുന്നത്, അതിലൂടെയാണ് പോകുന്നത്. അവിടെ നിൽക്കുന്ന ആളുകൾ ഒരിക്കലും ജയരാജൻ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന അരിയിൽ എത്താത്ത ആളുകളാണ്. അവരിവർ തടഞ്ഞു നിർത്തുന്നു, ഇവർ പേടിച്ചോടിയിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു, അവിടെ അഭയം തേടുന്നു.
ആ വീട്ടുകാരൻ്റെ സമ്മതമില്ലാതെ അദ്ദേഹം പുറത്ത് പോയി ഫോൺ ചെയ്യാൻ പോലീസിനെ അറിയിക്കാൻ ഫോൺ ചെയ്യാൻ പോകുമ്പോഴേക്കും ആ വീട് തള്ളി തുറന്ന് അതിൽ ചവിട്ടി തുറന്നിട്ട് അകത്ത് കയറിയിട്ടാണ് ഇവരെ ബന്ദികളാക്കുന്നത്. ഇത് കഴിഞ്ഞ് പിന്നീട് നടക്കുന്നതാണ് അത് ശരിയായ രൂപത്തിൽ ആസൂത്രണത്തിൻ്റെ ഏറ്റവും അത് കടുത്ത ആസൂത്രണമാണെന്ന് തോന്നുന്ന രൂപത്തിലുള്ള കാര്യം. അവിടെ ഇവരെ ഫോട്ടോ എടുക്കുന്നു, ഇവരുടെ അഡ്രസ്സ് എടുക്കുന്നു, ഇവരുടെ പേരെടുക്കുന്നു, എല്ലാം എടുത്തിട്ട് പല സ്ഥലത്തേക്കായിട്ട് മൊബൈലിലേക്ക് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് പല സ്ഥലത്തും കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ചിട്ട് ഇവരാണോ അല്ലയോ എന്ന് തോന്നിയിട്ട് ഇതിൽ ഉണ്ടായിരുന്ന 5 പേരിൽ 3 പേരെ വിടുന്ന വെറുതെ അവരെ പോലും വിടുമ്പോൾ അതിക്രൂരമായിട്ട് ആക്രമിച്ചിട്ടാണ് അവർ ഓടിക്കുന്നത്. പിന്നീടുള്ള 2 പേർക്ക് സക്രിയയ്ക്കും ഈ ഷുക്കൂറിനും നേരെയാണ് ഇവരെ കൊണ്ടുവരുന്നത്. അതും പ്രത്യേകം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അരമണിക്കൂറിലേറെ നടത്തിയിട്ടുള്ള ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു നമ്മൾ ഈ കോഴിയങ്കം നടക്കുന്ന പോലെ അല്ലെങ്കിൽ കാളപ്പോര് നടക്കുന്നവർക്ക് ആളുകൾ ഒരു വയലിൻ്റെ ചുറ്റുഭാഗവും തടിച്ചു കൂടിയിട്ട് അവിടെ വെച്ചിട്ടാണ് ഇവരെ ഭീകരമായിട്ട് ആക്രമിക്കുകയും ഇതിൽ ഷുക്കൂറിനെ പിന്നാലെ ഓടിയിട്ട് വെട്ടുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ സക്രിയ ഓടി രക്ഷപ്പെട്ടു പോയതുകൊണ്ട് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു. അപ്പോൾ ഇതിലൊരു വലിയ ആസൂത്രണം ഉണ്ടായിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണിൽ നിന്ന് പല സ്ഥലത്തേക്ക് സന്ദേശങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും സാധാരണ കേസുകളിൽ 120B ചേർത്തുന്നത് പോലെയല്ല ഇത് ക്രിമിനൽ ഗൂഢാലോചന ശക്തമായിട്ട് ഉണ്ടായ ഒരു കേസാണ്. പക്ഷേ അവിടെ ശ്രീ സജീവൻ ഇത് ദുരന്തം അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള സംഭവമാണ്, നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമാണ്. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് വെട്ടിക്കൊന്നു എന്ന പോലുള്ള അത്യധികം ഭയ ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും രാഷ്ട്രീയ കൊലപാതകം, ആളുകൾ കൂട്ടുചേർന്ന് സംഘർഷമുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് അത്രക്ക് അസാധാരണമായ സംഭവമല്ല. കേരളത്തിലാകെ തന്നെയും കണ്ണൂരിൽ അത് അത്രക്ക് പോലും അസാധാരണമല്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം നമ്മളിതിനെ കുറിച്ച് മാറി നിന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നം ഇവരുന്നയിക്കുന്നത് പോലെ CPM മുന്നോട്ട് വെക്കുന്നത് പോലെ പി ജയരാജന് മേൽ നേരിട്ട് കൊലക്കുറ്റം ചാർത്താനുള്ള സംഗതികളില്ല എന്ന് അല്പം മുമ്പ് ശ്രീ ശിവദാസൻ പറഞ്ഞുവല്ലോ. അവരാരും ഏതെങ്കിലും വിധത്തിൽ ഈ പറയുന്ന പൂർണ്ണമായിട്ട് ഈ സംഭവങ്ങൾ നടക്കാത്തതാണെന്നല്ല പറയുന്നത്. അവർ പറയുന്നത് ഇദ്ദേഹത്തിന് നേരിട്ട് ഫോണിലൂടെയും മറ്റും സംസാരിക്കുന്നത് കേട്ടു എന്നൊക്കെ പറയുന്നത് വ്യാജമാണ്, കള്ളമായിട്ടുള്ള മൊഴികളാണ്. അത് അവർ തന്നെയും മുസ്ലിം ലീഗിന്റെ ആളുകൾ തന്നെയും തിരുത്തിയതാണ് എന്നതാണ് അവരുടെ CPMന്റെ വാദം. എന്ന് വെച്ചാൽ പി ജയരാജൻ എന്ന CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മേൽ നേരിട്ട് കൊലക്കുറ്റം ചാർത്താനുള്ള സംഗതികളില്ല, അതിലേക്ക് പോകുന്നത് CBIയുടെ രാഷ്ട്രീയ കളിയാണ് എന്ന അവരുടെ വാദമെങ്കിലും നിൽക്കുമോ? അതിൽ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 302 ആണ്, 302 120B ആണ് ഇപ്പോൾ ജയരാജനെതിരെ ചാർത്തിയിട്ടുള്ളത്, ചുമത്തിയിട്ടുള്ളത്. അതിൽ 302 അദ്ദേഹം നേരിട്ട് അതേ ആശുപത്രി തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലായിരുന്നു സംഭവം നടക്കുമ്പോൾ സ്ഥലത്തില്ല. അതുകൊണ്ട് എങ്ങനെയാണ് 302 ചുമത്തുക എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അത് ഒരുപക്ഷെ CBIയുടെ താല്പര്യം കൊണ്ടോ അങ്ങനെ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇതുമായി തട്ടിച്ചു നോക്കേണ്ട ഒരു കേസ് കേരളത്തിലുണ്ടായിട്ടുള്ളത് ഈ നടി ആക്രമിക്കപ്പെട്ട കേസാണ്. അതിൽ ദിലീപിനെതിരെ ചുമത്തിയിട്ടുള്ളത് സ്ത്രീ പീഡന കേസാണ്. അതായത് ദിലീപ് സ്ഥലത്തില്ല, പക്ഷെ പീഡന കേസ് ചുമത്തിയിട്ടുണ്ട്, അതോടൊപ്പം ഗൂഢാലോചന കേസും ഉണ്ട്. ഇതേപോലെ തന്നെ ഈ 2 കേസ് 120B ഉണ്ട്, പീഡന കേസും ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ചുമത്തുമ്പോൾ അതിന് ആവശ്യമായുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളുമാണ്. ഇതിൽ CBI എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കേസ് ചുമത്താൻ ഇദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവർ ചാർജ് ഷീറ്റിന്റെ കാര്യം ഇപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും അതിനൊരു കാരണമുണ്ടാവും. ഇല്ലെങ്കിൽ ഇവർക്ക് കോടതിയിൽ വാദിച്ച് ജയിക്കാം വളരെ എളുപ്പത്തിൽ. ഒരു തെളിവുമില്ലാത്ത രീതിയിലാണെങ്കിൽ വാദിച്ച് ജയിക്കാം. പക്ഷേ CBI പോലൊരു ഏജൻസി സാധാരണഗതിയിൽ അവർക്ക് എന്തെങ്കിലും തെളിവില്ലാതെ വെറുതെ കണ്ണുമടച്ചുകൊണ്ട് ഒരു ചാർജ് ചുമത്തുക എന്നുള്ള സാധ്യത കുറവാണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ തന്നെ പറയുന്നു, ശിവദാസൻ പറഞ്ഞ പോലെ CBI എന്ന ഏജൻസിയെ നമുക്ക് ഒരിക്കൽ പോലും ഇത് ഏറ്റവും പവിത്രമായിട്ടുള്ള അന്വേഷണ ഏജൻസിയാണെന്ന് പറയാൻ കഴിയില്ല. അവർ എല്ലാ രാഷ്ട്രീയ കളിയും കളിക്കും. BJPക്ക് CPM എന്ന് പറയുന്നത് കേരളത്തിൽ ചതുർത്ഥിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അതേ സമയത്ത് അരിയൽ ഷുക്കൂറിന്റെ കൊലപാതകത്തിന്റെ കാര്യത്തിൽ ഈ സമാനതകളില്ലാത്ത കേസിന്റെ കാര്യത്തിൽ അതിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞിട്ട് CBIയെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മാറ്റി നിർത്താനും എളുപ്പമല്ല. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ നജീബ് കാന്തപുരം, ഇവിടെ CPM നേരത്തെയും മുന്നോട്ട് വെച്ച വാദഗതികളിൽ ഒന്ന് ഇപ്പോൾ ശ്രീ ശിവദാസനെ തുടക്കത്തിൽ അത് പറയുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 മുസ്ലിം ലീഗ് നേതാക്കളാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ കേസ് ചുമത്തിയപ്പോൾ ഇല്ലാതിരുന്ന പി ജയരാജൻ, TV രാജേഷ് എന്നിവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് 2 മുസ്ലിം ലീഗ് നേതാക്കളുടെ മൊഴിയാണല്ലോ. അവർ ആശുപത്രിയിൽ വന്നപ്പോൾ TV രാജേഷും പി ജയരാജനും ഈ സംഭവം അറിയുന്നത് പോലെ അല്ലെങ്കിൽ അതിനുവേണ്ട നിർദ്ദേശം കൊടുക്കുന്നത് പോലെയുള്ള ടെലിഫോൺ സംഭാഷണം കേട്ടു എന്നാണല്ലോ ആ മൊഴി. ആ മൊഴി അവർ തിരുത്തിയിട്ടുണ്ട്.
ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആ പ്രദേശത്തേക്ക് ആശുപത്രിയുടെ പരിസരത്തേക്ക് പോയിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ, ആ നേതാക്കൾ തന്നെയും തിരുത്തി പറഞ്ഞിട്ടുണ്ട് എന്നതാണ് അവരുടെ വാദം. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ചാർത്തി തന്ന അല്ലെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് BJP അദ്ദേഹത്തെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മുസ്ലിം ലീഗ് നേതാക്കൾ മൊഴി മാറ്റിയെന്ന സംഭവത്തിന്റെ വസ്തുത എന്താണ്? സനീഷ്, ഇതിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ആദ്യമായി ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ ശിവദാസൻ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് യുവജനയാത്രക്കിടയിൽ മുനവർലി ശിഹാബ് തങ്ങൾ കണ്ണൂരിൽ പ്രസംഗിച്ചപ്പോൾ P. ജയരാജനെ വാഴ്ത്തി പറഞ്ഞു എന്നാണ്. ഞാൻ ആ പ്രസംഗം നടക്കുമ്പോൾ വേദിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇത് തന്നെയാണ്. മുനവർലി തങ്ങൾ അന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളുടെ യാത്ര കണ്ണൂരിലെത്തിയത് ശ്രീ P. ജയരാജൻ്റെ ജന്മദിനത്തിൻ്റെ ദിവസമായിരുന്നു. അന്ന് മുനവർലി തങ്ങൾ പറഞ്ഞു, ഇന്ന് P. ജയരാജൻ്റെ ജന്മദിനമാണ്, ഞാൻ അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേരുന്നു. പക്ഷേ അദ്ദേഹത്തോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഞങ്ങൾ ഈ ജാഥയുമായി വരുന്നത് അക്രമരഹിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ്. അതുകൊണ്ട് ശ്രീ ജയരാജൻ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസമെങ്കിലും ഒരു പ്രതിജ്ഞ എടുക്കണം. നിങ്ങൾ ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഒരു സംവാദത്തിൻ്റെ രാഷ്ട്രീയത്തിന് വഴി തുറക്കാനുള്ള മനസ്സു കാണിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രസംഗത്തെ ഇത്തരത്തിൽ വളച്ചു കൊണ്ടുവരേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. ജയരാജനെ എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രീതികൾ എല്ലാവർക്കും അറിയാം. എത്ര കേസുകളിലാണ് അദ്ദേഹം പ്രതിയായിട്ടുള്ളത്. അദ്ദേഹം അവിടെ വെച്ച് നിങ്ങൾക്ക് ജന്മദിനാശംസകളൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ നന്നായി കൂടെ എന്ന് ചോദിച്ചതിനെയാണ് അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് തന്നു എന്ന് താങ്കൾ ഈ ഘട്ടത്തിൽ വന്ന് നാട്ടുകാരോട് പറയുന്നത്. അത് ശരിയല്ല എന്നാണ് നജീബ് കാന്തപുരം ചൂണ്ടിക്കാണിക്കുന്നത്. നജീബ്, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാനും അത് പ്രസംഗം കേട്ടിരുന്നു. ഞാൻ ആ സദസ്സിൽ സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാനവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ അതിൽ അദ്ദേഹം വളരെ കൃത്യമായി ജയരാജൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നജീബ്. ഇനി നജീബ് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ തർക്കത്തിനൊന്നുമില്ല. പക്ഷേ ജയരാജൻ കണ്ണൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ, വലിയ ഇനീഷ്യേറ്റീവുകൾ കണ്ണൂർ ജില്ലയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്ന ഷുക്കൂർ, അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ കാസർകോട്ടെ ഷീന ഷുക്കൂറും ഷീന ഷുക്കൂർ MG യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറായിരുന്നു. ജയരാജൻ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെയും തെറ്റാണെന്ന് പക്ഷേ അവർ പറയുകയുണ്ടാവില്ല. പക്ഷേ അവിടെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വന്നിട്ട് അവരുടെ ഒരു പ്രവർത്തകൻ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടതിന് ശേഷം പോലും ആ കാര്യത്തിൽ ആരോപണ വിധേയനായ ആൾക്ക് ആ ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് വലിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നത് ശരിയല്ലായിരുന്നു. അത് പിന്നെ അദ്ദേഹം തന്നെ പറയട്ടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഏതായാലും ഞാൻ തിരിച്ചു വരാം ശ്രീ ശിവദാസൻ. ആ പോയിന്റ് ഒന്ന് വിശദീകരിക്കാൻ താങ്കളിലേക്ക് വന്നു എന്നേ ഉള്ളൂ. ശ്രീ നജീബ്, ബാക്കി കാര്യങ്ങൾ പറയൂ. അതായത് ഇവിടെ സ്വാഭാവികമായിട്ട് നടന്ന, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടെന്നല്ല, അവിടെ നടന്നുപോയൊരു കൊലപാതകം സംബന്ധിച്ച് ഇദ്ദേഹത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ഈ മൊഴിയുണ്ടല്ലോ, ഈ മൊഴികൾ രണ്ടും കള്ളമാണ് എന്നാണ് CPM ആവർത്തിച്ച് പറയുന്നത്. സനീഷ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണൂർ ജില്ലയിൽ UDFന്റെ ഭരണകാലത്ത് പോലും കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഒരു സമാധാനപരമായി അന്വേഷണം നടത്താനോ നീതിയുക്തമായി പെരുമാറാനോ സാധിക്കാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് ഒരു ചർച്ചയും നമുക്ക് നടത്താനാവില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു ഭരണകാലത്ത് പോലും CBIയിലേക്ക് ഈ കേസ് അന്വേഷണത്തിന് വിടണമെന്ന് ഒരു തീരുമാനത്തിൽ എത്തേണ്ട സാഹചര്യമുണ്ടായത് നിങ്ങൾ മനസ്സിലാക്കണം. സാക്ഷികൾ കൂറുമാറിയ ഒരു സാഹചര്യവും ഈ കേസിലുണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങൾ സനീഷ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മനുഷ്യരൊക്കെ മുസ്ലിം ലീഗാണോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണോ എന്നതൊന്നുമല്ല കാര്യം. അവരൊന്നും മുസ്ലിം ലീഗിന്റെ പാർട്ടി പ്രവർത്തകരാണ് എന്ന നിലക്കല്ല സാക്ഷികളായത്. അവർ കേട്ട കാര്യം അവർ കോടതിയിൽ പറഞ്ഞതാണ്. എന്നിട്ട് പോലും അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഭീകരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും ആക്രമണങ്ങളും ഒക്കെ നമ്മളൊക്കെ അറിഞ്ഞതാണ്. ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾക്കറിയാം ഇതിന് എത്രമാത്രം ടെൻഷൻ അനുഭവിച്ചാണ്. ഞങ്ങൾക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ സനീഷ്. പക്ഷേ ഈ കാര്യം, അതായത് അദ്ദേഹം ഉന്നയിക്കുന്ന CPM പ്രധാനമായും ഈ ദിവസം മുന്നോട്ട് വെച്ച ആ പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ രണ്ട് നേതാക്കൾ അവർ P. ജയരാജനും TV രാജേഷും സംസാരിക്കുന്നത് കേട്ടിരുന്നു എന്ന് മൊഴി നൽകിയിട്ടുള്ള ആ നേതാക്കൾ
ആ കാര്യത്തിന് പിൻവാങ്ങിയിട്ടുണ്ട് എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം, പ്രധാനപ്പെട്ട ആരോപണം. അത് സംബന്ധിച്ച് എന്താണ് വിശദീകരണം? ഇല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 118 പ്രകാരം കേസെടുക്കാൻ സാഹചര്യമുണ്ടായത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ ആളുകൾ തന്നെ കോടതിയിൽ, ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സമ്മർദ്ദമുണ്ടായി ആ ഒരു സാഹചര്യത്തിൽ അവർ പിന്നോട്ട് പോയതല്ല. അവർ CBIയുടെ അടുത്തും ഇതേ കാര്യം പറയുകയാണ്, ഇതേ മൊഴി ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ CBI പോലും ഇവിടെ കൃത്യമായി കൊലപാതക കുറ്റം ചുമത്താൻ ഇടയായ സാഹചര്യം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ മൊഴി നിലനിൽക്കുന്നു എന്നത് അതെനിക്ക് മനസ്സിലാവുന്നത്, കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ മൊഴി എവിടെ ഉണ്ട്? ആ മൊഴി കൂടെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും CBI അദ്ദേഹത്തിന് മേൽ കൊലക്കുറ്റം തന്നെയും ചാർത്തിയിരിക്കുന്നത് വസ്തുതയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ രണ്ടാളുകളും അവരുടെ മൊഴിയിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നു എന്നതും വസ്തുതയാണ്. അത് സമ്മതിക്കേണ്ടി വരും. അത് രേഖാമൂലം അവിടെ ഉള്ളതാണ്. അവർ രണ്ടുപേരും അവരുടെ മൊഴി തിരുത്തിയിട്ടുണ്ട്. ഇവർ തമ്മിൽ സംസാരിക്കുന്നു, ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യമാണ് എന്ന് തങ്ങൾ കേട്ടിട്ടില്ല, തങ്ങൾ ആ പരിസരത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞൊരു മൊഴി കൂടെ ഉണ്ട്, ഒരു രേഖ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും. അല്ല സനീഷ്, ഞാൻ പറയട്ടെ, ഞാൻ ഇത് പറഞ്ഞത് ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എത്രമാത്രം സംഘർഷഭരിതമായ സമ്മർദ്ദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് ഇതിൻ്റെ ഓരോ സാക്ഷികളും മറികടന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നമ്മളിപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യമാകെ കാണുന്ന ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, സംഘപരിവാറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. എന്നാൽ ഈ സംഘപരിവാർ ചെയ്തതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ആൾക്കൂട്ട കൊലപാതകമാണ് ഷുക്കൂറിന്റെ കാര്യത്തിൽ ഉണ്ടായത്. അത് ഉണ്ടാക്കിയ ഒരു പ്രകമ്പനം എത്രത്തോളം ഭീകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 200ഓളം ആളുകളുടെ മുമ്പിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ നിഷ്ഠൂരമായി, എത്ര ഭീകരമായിട്ട് നമുക്കത് ഓർക്കാൻ പോലും കഴിയാത്ത വിധം കൊല്ലപ്പെട്ട ഒരു സാഹചര്യം. ആ സാഹചര്യത്തെ തുടർന്ന് CPM അവരുടെ എല്ലാ ക്രിമിനൽ സംവിധാനങ്ങളും ഉപയോഗിച്ച് സാക്ഷികളെ വിലക്കെടുക്കാനും സമ്മർദ്ദത്തിലാക്കാനും ആക്രമിക്കാനും ശ്രമിക്കുന്നതിനിടയിൽ ഇവർ വീണ്ടും അവരുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് തന്നെ ഒരു മഹാഭാഗ്യമായി ഞാൻ കാണുകയാണ്. കാരണം അത്രയേറെ പ്രഷറിനിടയിലാണ് അവിടുത്തെ സാഹചര്യങ്ങൾ നീങ്ങിയത്. എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നുണ്ട് ശ്രീ നജീബ്, എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നുണ്ട്, നാട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട്. അത്രയ്ക്ക് നിഷ്ഠൂരമായിട്ടുള്ളൊരു കൊലപാതകമായിരുന്നു. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത്. അതിങ്ങനെ ആൾക്കൂട്ടം കൂടി നിന്ന് തല്ലിയും കുത്തിയും വെട്ടിയുമാണ് കൊന്നത്. അങ്ങേയറ്റം വേദന സഹിച്ചാണ് ആ ചെറുപ്പക്കാരൻ മരിച്ചത്. ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പബ്ലിക്കിന് മുന്നിൽ, ആൾക്കൂട്ടത്തിന് മുന്നിലാണ് ഈ കൊലപാതകം നടന്നത് എന്നതൊക്കെ സമ്മതിക്കുമ്പോൾ തന്നെയും ആ കാലത്ത് UDF ആയിരുന്നു അധികാരത്തിൽ. ശരിയാണ്, കണ്ണൂരിൽ ഇവർക്ക് CPMന് വലിയ അപ്രമാദിത്വമുണ്ട്, ആളുകൾക്ക് ഭയമുണ്ടാകും. എങ്കിലും ഈ മൊഴി കൊടുത്ത ആളുകൾ മുസ്ലിം ലീഗുകാരായിരുന്നു എന്ന കാര്യം അവിടെയുണ്ട്. പിന്നീട് പക്ഷേ അവർ അതേ മൊഴിയിലേക്ക് തിരിച്ചു വന്നെങ്കിലും അവർ തിരുത്തി എന്നൊരു സംഗതി അവിടെയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ കൊലപാതകം നടത്തിയത് CPMകാരല്ല എന്നൊന്നുമല്ല. ഇദ്ദേഹത്തിന് ഗൂഢാലോചനയോ അദ്ദേഹം നേരത്തെ അറിഞ്ഞിരിക്കാം എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിലേക്ക് ലീഡ് ചെയ്യുന്ന, ഇവർ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇവർ കൂടെ കൊലക്കുറ്റം തന്നെ ചാർത്താൻ അർഹരാണ് എന്നതിലേക്ക് പോകുന്നത് ഈ രണ്ട് മൊഴികളാണ്. ഈ രണ്ട് മൊഴികൾ ഒരു തവണ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നത് ഇവർ പറയുന്ന ഈ കാര്യമുണ്ടല്ലോ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPMനെ നശിപ്പിക്കാനായിട്ട് RSSും BJPയും CBI ഉപയോഗിക്കുകയാണ് എന്ന ആക്ഷേപത്തെ ഒന്ന് മുഖവിലക്കെടുക്കേണ്ടതല്ലേ എന്ന് ആലോചിക്കുമ്പോൾ ഈ തിരുത്തപ്പെട്ട മൊഴി അവിടെ ഉണ്ടാകും. അത് സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള വ്യക്തത അതൊരു പ്രശ്നം തന്നെയാണ്. ശ്രീ നജീബ് ഇടപെട്ടോട്ടെ. സനീഷ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട സനീഷ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എന്താ വെച്ചാൽ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ ദുർബലനായ ഒരു മനുഷ്യൻ, ഷുക്കൂർ എന്ന് പറയുന്ന വളരെ ദുർബലനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് വേണ്ടി സംഘപരിവാർ രംഗത്തിറങ്ങുന്നുവെന്നും CBIയെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? സാധാരണ മനുഷ്യൻ ആരാണ് ഈ അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്നത്? ഒരു 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി, അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ സ്വാധീനമാണ്? അല്ലെങ്കിൽ സംഘപരിവാർ അദ്ദേഹത്തിനെ കൂടെ നിർത്താൻ മാത്രം എന്ത് കാര്യമാണ്? അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുത്ത് കളയാം എന്നല്ല എന്തായാലും ഈ സംഘപരിവാരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ ആലോചിക്കുന്നുണ്ടാവുക. അപ്പുറത്ത് CPM ആണ് എന്ന് മാത്രമാണ്, അതായിരിക്കും അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഞാൻ തിരിച്ചു വരാം താങ്കളെ. ശ്രീ ശിവദാസൻ, ഇവിടെ അങ്ങനെ ഒരു മൊഴിക്കകത്തെ വൈരുദ്ധ്യമുണ്ട് അല്ലെങ്കിൽ മൊഴി തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യമൊക്കെ സമ്മതിച്ചാൽ തന്നെയും ഈ കൊലപാതകം നടന്നതാണ്.
ഈ കൊലപാതകം ഇത് പോകട്ടെ, ഒരു അദ്ദേഹത്തിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ട് അവിടെ സന്ദർശിക്കുന്നതിനിടെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്താവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തകരോട് അതിലേക്ക് പോകരുത് എന്ന് പറയാൻ കൂടെ ഉത്തരവാദിത്തമുള്ള ആളാണ് പി ജയരാജൻ എന്ന് മറക്കരുത്. അങ്ങനെ ഒരു കൊലപാതകമോ സംഘർഷമോ ആ നാട്ടിലുണ്ടെങ്കിൽ ഒരൊറ്റ ചൂണ്ടുവിരൽ കൊണ്ട് അടക്കി നിർത്താൻ ശേഷിയുള്ള നേതാവ് എന്ന നില കൂടിയാണല്ലോ നമ്മൾ പി ജയരാജനെ അറിയുക. അതുകൊണ്ട് അത് ചെയ്തില്ല എന്നത് തന്നെയും മതിയായ കുറ്റമാണ്. ധാർമ്മികമായിട്ടുള്ള ഒരു നിലപാട് തറയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് പോകട്ടെ, ധാർമ്മികതയൊന്നും ഈ പറയുന്ന നിയമപരമായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ അവിടെ കൊലപാതകം നടന്നു, ഇങ്ങനെ ഒരു സംഭവത്തിന്റെ പിന്നാലെയാണ് ഉണ്ടായത്. അവിടെ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ആളുകൾ അതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഫോൺ സംഭാഷണവും കേട്ടിട്ടില്ല എന്ന് വിചാരിക്കുക. പക്ഷേ CBI അവർക്ക് കിട്ടിയ ചോദ്യം ചെയ്യലിന്റെയും മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് മേൽ കൊലക്കുറ്റം ചാർത്തിയാൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നെങ്ങനെയാണ് പറയാനാവുക? ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാകെയാണ് ഈ മമതാ ബാനർജിയുടെ സ്ഥലത്തേക്ക് CBI ഉദ്യോഗസ്ഥർ പോയത്. പക്ഷെ അതുകൊണ്ട് അതൊരു കുറ്റം തന്നെയാണെന്നാണ് CPM പറയുന്നത്. അവിടെ ഒരു കുഴപ്പമുണ്ട്, പക്ഷേ അതിപ്പോൾ ടൈമിംഗ് ശരിയല്ല എന്ന് മാത്രമാണ്. ടൈമിംഗ് പ്രധാനപ്പെട്ടതല്ല ഈ ഘട്ടത്തിൽ. അവിടെ ഒരു കുഴപ്പമുണ്ട്, കുറ്റമുണ്ട്. കുറ്റം CBI അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ്, തുടർ നടപടികളിലേക്ക് പോകാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളിത് പൊതുസമൂഹത്തിന്റെ സ്ക്രൂട്ടിനിക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിധേയരാകേണ്ടത് തന്നെയാണ്. എന്നാൽ ഇവിടെ ഞാൻ ഈ രണ്ട് കേസുകളിൽ മമതയെ പറഞ്ഞതുകൊണ്ട് മമതയുടെ കേസും രണ്ട് കേസും ഞാൻ പറയാം. ഒന്ന് അല്ല ഞാനാണല്ലോ പറയേണ്ടത്, അല്ലെ ഞാനല്ലേ പറയേണ്ടത്. ഞാൻ പറയട്ടെ ഇതിനകത്ത് ഒന്നാമത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, പി ജയരാജനും TV രാജേഷും തലപ്പറമ്പ് കോപ്പറേറ്റീവ് ആശുപത്രിയിൽ അഡ്മിറ്റായി. അഡ്മിറ്റായ ഉടൻ തന്നെ അവിടെ 100 കണക്കിന് ആളുകൾ എത്തിയിരുന്നു. ആ തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ 2 മുസ്ലിം ലീഗുകാർ, പ്രധാനപ്പെട്ട മുസ്ലിം ലീഗുകാർ പി ജയരാജന്റെ റൂമിന് സമീപത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലെ സംഭാഷണം കേൾക്കാൻ മാത്രം അടുത്ത് നിന്നു എന്ന് പറഞ്ഞാൽ ആർക്കാ സനീഷെ വിശ്വസിക്കാൻ പറ്റുക? എത്ര അബദ്ധമാണ് ഈ പറയുന്നത്. TV രാജേഷിന്റെ ഫോണിന്റെ അടുത്ത് നിന്നു, പി ജയരാജന്റെ ഫോണിന്റെ അടുത്ത് നിന്നു, എന്നിട്ട് അവർ നടത്തുന്ന സംഭാഷണം കേൾക്കുകയാണത്രേ, എന്നിട്ടാണത്രേ തെളിവ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് അവർ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗുകാരായി എന്നുള്ളത് വേറെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ എന്നിട്ടോ ആദ്യം ചേർത്ത കേസ് എന്താണ്? ഇവർ സംഭവം നടക്കുമെന്ന് അറിയുമായിരുന്നിട്ടും തടഞ്ഞില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പം ചേർത്തിട്ടുള്ളത് എന്താ? ഗൂഢാലോചനയും കൊലപാതക കുറ്റവും രണ്ടുമാണ് ഇപ്പം ചേർത്തിട്ടുള്ളത്. ഇത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയൊരു കഥയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയൊരു കഥ, ഒരു തിരക്കഥയൊക്കെ രചിച്ച് അത് കേരളത്തിലാകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കും ഞാൻ പോകുന്നില്ല. എൻ്റെ അഭ്യർത്ഥന ഇത്രയേ ഉള്ളൂ, CBIയെ BJP, RSS അവരുടെ രാഷ്ട്രീയ ആയുധം ഉപയോഗപ്പെടുത്തുന്നതാണ് കേരളത്തിലും കാണുന്നത്, തമിഴ്നാട്ടിൽ കാണുന്നത്, ഇവിടെ കൽക്കത്തയിൽ കാണുന്നത്. പക്ഷെ കൽക്കത്തയിൽ എന്താ ഞങ്ങൾ പറയുന്നത്? എന്താ ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്, CBIയെ BJP ഉപയോഗപ്പെടുത്തുന്നു. അതെന്തിനാണ്? അവർക്ക് മമതയെ കൂടെ നിർത്തണം. മമതയെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആവശ്യമുണ്ട്. ഭീഷണിപ്പെടുത്തി ശിവദാസന്റെ ചോദ്യം നേരത്തെ ഉള്ളത് ഈ പറയുന്ന CBI ഉപയോഗിക്കുകയാണ്, ശരിയാണ്. പക്ഷെ ഒരു കുറ്റമുള്ളത് കൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അവിടെ ഒരു കുറ്റം ഉള്ളത് കൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ അതിന് വഴങ്ങുക എന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് സനീഷ്. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ കേസിനകത്ത് പ്രഥമദൃഷ്ട്യാ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന അണികൾക്കറിയാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ്. അവിടെ ഒരു പ്രതികരണം ഉണ്ടായി, അവിടെ ചില സംഭവങ്ങളുണ്ടായി, വേദനിപ്പിക്കുന്ന സംഭവം, മനുഷ്യ സംഭവം ഉണ്ടായി. അത് ന്യായീകരിക്കപ്പെടേണ്ടതല്ല. പക്ഷേ ആ സംഭവത്തിന്റെ മറവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടാൻ, CPIM-ന്റെ നേതാക്കന്മാരെ വേട്ടയാടാനുള്ള ഗൂഢാലോചനയാണ് നടന്നത്. ഉദ്ദേശം എന്താ? കാസർകോട്ട് ജില്ലയിലെ ആ ചെറിയ കുട്ടി എന്തിനാണ് കഴുത്തറുത്ത് കൊന്നത്? അല്ലെങ്കിൽ ജുനൈദിനെ എന്തിനാ കൊന്നത്? ഈ കൊലപാതകത്തിനൊക്കെ പിന്നിൽ BJPക്കും RSSനും ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് മുസ്ലിം ലീഗുകാരോട് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഞാൻ തിരിച്ചു വരാം, അത്തരം കാര്യങ്ങളിലേക്ക് കൂടെ വരാം. ഞാൻ പറയാം. ഡൊമിനിക് പ്രസന്റേഷൻ, ഇവിടെ ഈ CBIയെ രാഷ്ട്രീയ ആയുധമാക്കാൻ ഒട്ടും മടിയില്ലാത്ത കൂട്ടരാണ് BJPയും RSSും കേന്ദ്ര സർക്കാരും എന്ന അഭിപ്രായത്തിൽ താങ്കൾക്കും ഉണ്ടാകും. ആ അഭിപ്രായം താങ്കൾക്കുമുള്ളതാണ്, താങ്കളുടെ പാർട്ടിക്കുമുള്ളതാണ്. പക്ഷേ എന്നിട്ടും എന്താണ് താങ്കൾ CPM ഈ മുന്നോട്ട് വെക്കുന്ന ഈ വാദത്തെ അവിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാത്തത്? പി ജയരാജനെതിരായുള്ള ശത്രുത കൊണ്ട് അദ്ദേഹത്തിനെതിരെ RSSും BJPയും CBIയെ ഉപയോഗിക്കുകയാണ് എന്നത്? ഞാൻ ആ വാദത്തോട് യോജിക്കുന്ന ആളല്ല. എന്തുകൊണ്ടെന്നാൽ ഈ കേസ് കൊലപാതകം നടക്കുന്നത് UDFന്റെ ഭരണകാലത്താണ്. അന്ന് കേരള പോലീസ് അന്വേഷിച്ച്, അന്ന് ഞാനും രാജേഷ് ഒരുമിച്ച് MLA-മാരാണെന്ന്.
രാജേഷിനെതിരായിട്ടും അതുപോലെ തന്നെ ജയരാജ് ഗൂഢാലോചന കേസെടുത്തതാണ്. പക്ഷെ അത് പോരാ, കുറെ കൂടെ ഇത് അന്വേഷണം ഡീപ്പായിട്ട് വേണമെന്ന് പറഞ്ഞ് ഈ മരിച്ച ആളുടെ സുക്കൂറിന്റെ ഉമ്മയാണ് ഹൈക്കോടതിയിൽ പോകുന്നത്. ജസ്റ്റിസ് കമാൽ പാഷയാണ് ഉത്തരവിടുന്നത്. അദ്ദേഹം TV ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് തോന്നി ഇത് കുറച്ച് അന്വേഷിക്കണം, ഉത്തരവിട്ടു. ഇതെന്താ വ്യത്യാസമുള്ളത്? കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തൽ ഒരു മാറ്റമേ ഉള്ളൂ. ഇത് ജയരാജന്റെ പേരിൽ 302 ഇട്ടിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഗൂഢാലോചന കുറ്റമാണ്, ഇപ്പൊ വന്നിരിക്കുന്ന 302 കൂടെ ഇട്ടിരിക്കുന്നു. വേറെ എന്താ വ്യത്യാസമുള്ളത്? അപ്പൊ കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ കേസാണിത്. അതിൽ അഡീഷണൽ ആയി വന്നിരിക്കുന്നത് CBI കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ ജയരാജന് കൂടെ ജയരാജന്റെ മേൽ 302 കൊലക്കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് പറഞ്ഞപ്പോ അത് കോടതിയിൽ ആർഗ്യ ചെയ്യുക, അല്ല ഇവിടെ ഒന്ന് ആർഗ്യ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ശിവദാസ് ഉൾപ്പെടെ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് കണ്ണൂരിലെയും കോഴിക്കോടിലെയും മാത്രം നിങ്ങളുടെ നേതാക്കൾ ഈ പ്രതിസ്ഥാനത്ത് വരുന്നത്, വേറെ ജില്ല വരുന്നില്ലല്ലോ? കണ്ണൂരിൽ ഒന്നാമത്തെ കേസല്ലല്ലോ അത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഞാനും ജയരാജ് ഒരുമിച്ച് ഞങ്ങൾ സഭയിലുണ്ടായിരുന്നതാണ്, MLA പറയുന്നതാണ്. ജയരാജന്റെ മകന്റെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയിട്ടില്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കണ്ണൂരിൽ നേതാക്കൾ തന്നെ അക്രമത്തിന് ന്യായീകരിക്കുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ണൂർ അല്ല കോഴിക്കോട് സെക്രട്ടറി മോഹനൻ കേസിൽ പ്രതി അക്വിറ്റ് ചെയ്തു, പക്ഷെ ആ കേസ് ശിക്ഷിക്കപ്പെട്ടു. നിങ്ങളുടെ അറിയപ്പെടുന്ന പല ആൾക്കാരും ജയിലിലാണെന്ന്. ശ്രീ ഡൊമിനിക് മിശ്ര, അത് പക്ഷേ അവിടുത്തെ യാഥാർത്ഥ്യമാണ്, കണ്ണൂരിലൊരു പ്രശ്നമാണത്. നമുക്കത് തടയാൻ പറ്റാത്ത, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിധത്തിൽ കണ്ണൂരിലൊരു പ്രശ്നമാണ് ഈ പറയുന്ന അവിടെ ഈ ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ കൊലപാതക കേസുകളിൽ കൂടെ പ്രതിയാകുന്നു എന്നത്. കോൺഗ്രസിന്റെ മമ്പറം ദിവാകരൻ വലിയൊരു കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. അത് ആ നാട്ടിന്റെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടിട്ട് ഈ കേസിന് മാത്രമായിട്ട് വസ്തുതകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലെ അദ്ദേഹത്തിന് മേൽ നേരിട്ട് കൊലക്കുറ്റം ചുമത്താനുള്ള കാര്യങ്ങളില്ല. അത് രാഷ്ട്രീയ പ്രേരിതമാണ്, അതിന് പിന്നിൽ BJPയും RSS ആണ്, അവർ CBI ഉപയോഗിക്കുകയാണ് എന്ന വാദത്തെ മാത്രമായി നോക്കിയാൽ ഇതിനെ ഓരോന്നിനെയും പ്രത്യേകമായിട്ട് കാണണമല്ലോ വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് അവിടുത്തെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ മാറ്റിവെച്ച് ഈ കേസിൽ P ജയരാജനെ കുടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന അവരുടെ വാദങ്ങൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയാവുന്നതാണോ? അല്ല, അത് കോടതി പറഞ്ഞോട്ടെ, അത് കോടതിയിലല്ല പറയുന്നത്. ഇവിടെ കാര്യമുണ്ടോ? അങ്ങനെ ജയരാജന് ട്രയൽ നടക്കാൻ പോലെ ജയരാജൻ തെളിവിൽ കോടതി ശിക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് മാത്രമല്ലോ, 1-2 വേറെ കേസിൽ ജയരാജൻ വരുന്നില്ലേ? എന്തുകൊണ്ട് വരുന്നു? P ജയരാജൻ ഒന്നല്ല 2-3 കേസുകൾ അദ്ദേഹത്തിന്റെ പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM-ന്റെയും അതുപോലെ BJP-യുടെ ഉണ്ട്. അവിടെ ഉന്നത നേതാക്കൾക്ക് അറിവുണ്ട് എന്നാണ് പ്രശ്നം. അത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തീരേണ്ടത് അതാണ്. അത്തരം കാര്യങ്ങളുണ്ട്. ഞാൻ തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് നമുക്ക് ചർച്ച പൂർത്തിയാക്കേണ്ടതുണ്ട്, സമയം കുറവാണ്. ശ്രീ എ സജീവൻ, ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ നിൽക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ മാറ്റിവെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുകയാണ്. P ജയരാജൻ സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് പലയിടങ്ങളിലായിട്ട് കേട്ടതാണ്. അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നത് ഒന്നാമത്തെ കാര്യം. ഈ പറയുന്ന പോലെയുള്ള ആക്ഷേപങ്ങൾ കേരളത്തിലാകെ തന്നെയും CPM-നെ വലിയ തോതിൽ ബാധിക്കുമോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷവും CPM വോട്ട് കൂട്ടുകയാണ് സാധാരണഗതിയിൽ ആ നാട്ടിൽ ചെയ്യാറ്. അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീന ശേഷിയുള്ള ഒരു വിഷയമായിട്ട് ഇത് മാറുമോ? അല്ല, CPM-നെതിരെ ഇപ്പം BJP ആണെങ്കിലും UDF ആണെങ്കിലും അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ആരോപണം കൊണ്ടുവരുന്നത് ആദ്യമൊന്നല്ല. അരിൽ ഷുക്കൂറിന്റെ കേസോട് കൂടിയിട്ട് ഒരു വലിയ ആയുധം കിട്ടി എന്നതിനേക്കാൾ ഇത് കുറേ കാലമായിട്ട് അരിൽ ഷുക്കൂറിന്റെ കേസുമായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെ പലതവണ ഇത് ഈ രാഷ്ട്രീയ രംഗത്ത് ചർച്ചാ വിഷയമായതാണ്. അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ പറയുന്ന രൂപത്തിൽ ജയരാജൻ കൊലപാതകിയാണ്, പിന്നെ അക്രമിയാണെന്ന രീതിയിലൊക്കെ UDF ആണെങ്കിലും BJP ആണെങ്കിലും അത് ഇനിയും ചെയ്യും, നേരത്തെ ചെയ്തിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് വലിയൊരു നേട്ടം ഇതിലുണ്ടാവാനില്ല. മാത്രമല്ല ഈ BJP നേരത്തെ CPM നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഇതാ ജയരാജനെ പൂർണ്ണമായിട്ടും തകർക്കാൻ വേണ്ടിയിട്ട്, CPM-നെ തകർക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ഒരു ആരോപണം കൊണ്ടുവരുന്ന രൂപത്തിൽ ഇപ്പോൾ ശിവദാസൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എവിടെയാണ് ആശുപത്രിയിൽ കിടക്കുന്ന ജയരാജൻ എങ്ങനെയാണ് കൊലപാതകത്തിൽ കുറ്റവാളിയാകുന്നത് എന്ന ഒരു ചോദ്യം സാധാരണ വോട്ടറുടെ ഇടയിലേക്ക്, അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊന്നും അറിയാത്ത വോട്ടർമാർക്കിടയിലേക്ക് പറഞ്ഞു വരുത്താൻ അവർക്കും എളുപ്പമാണ്. ഇത് രാഷ്ട്രീയായുധമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു പക്ഷം മാത്രമല്ല, 3 പക്ഷവും ഇതിൽ രാഷ്ട്രീയായുധം ആയിട്ട് ഉപയോഗിക്കും.
ഇതിൽ കോട്ടമാർക്ക് ഇത് എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ട് മാത്രമായിട്ടൊരു ഒരു വീഴ്ചയോ വാഴ്ചയോ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് കണ്ണൂരിനെ പോലെ സ്ഥലത്ത്. കണ്ണൂരിൽ ഇതൊക്കെ എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മാത്രം വോട്ട് ചിലപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ആവേശം CPM അണികളിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ നേതാവിനെ കുടുക്കി എന്ന് കൊണ്ടുവന്നിട്ട് CPMകാർ വളരെ ആവേശത്തോട് മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു വലിയ വോട്ടാക്കി മാറ്റുന്ന ഒരു പ്രശ്നമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ 19 മണ്ഡലങ്ങളിലും ഇത് വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രശ്നമായിട്ട് വരാനും സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ശ്രീ നജീബ് കാന്തപുരം. ഇവിടെ ഇതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് CBIക്ക് എന്ന ഒരു മുൻവിധി നമുക്കുണ്ടായേ പറ്റൂ. ഏതായാലും സ്വാഭാവികമായിട്ട് അവരുടെ CBI അങ്ങനെ രാഷ്ട്രീയ ആയുധം ആയി പ്രയോഗിക്കപ്പെടാറുണ്ട് എന്നതുകൊണ്ട് അത്തരൊരു മുൻവിധിക്കകത്ത് നിന്നുകൊണ്ട് ചോദിച്ചാൽ, മുൻവിധി വെച്ചുകൊണ്ട് ചോദിച്ചാൽ, ഇത് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ ശക്തമായിട്ട് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇത്തരം ചില സംഗതികളേക്ക് പുറത്തേക്ക് വിടുക എന്നതൊഴിച്ചാൽ ഈ ഷുക്കൂർ വധക്കേസിൽ P. ജയരാജന് പങ്കുണ്ടെങ്കിൽ അത് തെളിയിക്കാനും ഷുക്കൂറിൻ്റെ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കാനും പൂർണ്ണമായിട്ട് സാധിക്കും CBI കൊണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ആ താല്പര്യം അവർ പൂർണ്ണമായി എടുക്കും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഈ മൊഴിമാറ്റം പോലുള്ള സംഗതികൾ CPM ചൂണ്ടിക്കാണിക്കുന്നത് നിയമപരമായിട്ട് സ്ഥാപിക്കപ്പെടുന്നതാണെങ്കിൽ കോടതിയിൽ P. ജയരാജനെതിരായ കേസ് തകർന്നു പോവുക എന്ന നിലയിലേ ഉണ്ടാവുക. CBI കാണിക്കുന്ന ആത്മാർത്ഥത ശരിയായ ആത്മാർത്ഥതയാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? സനീഷ, ഇതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പ് കോടതി 2 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് CBIയോട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ രസകരമായ കാര്യം, ഈ 2 മാസത്തിന് ശേഷം CBIക്ക് വീണ്ടും, കാരണം ഇത് അത്രമേൽ വളരെ സെൻസിറ്റീവായ ഒരു കേസ് എന്ന നിലയിൽ CBI വളരെ സമയമെടുത്തുകൊണ്ട് തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. കാരണം കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പ് CBIയോട് കോടതി ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴാണ് ഈ കേസിൻ്റെ കുറ്റപത്രം പൂർത്തിയാക്കി അവർ കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുന്നത്. ഇതൊരിക്കലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമല്ല. തെരഞ്ഞെടുപ്പ്, നേരത്തെ ശ്രീ A. സജീവൻ പറഞ്ഞ പോലെ, തെരഞ്ഞെടുപ്പിൽ ആർക്ക് ഗുണമുണ്ട് ദോഷമുണ്ട് എന്നതിനേക്കാൾ പ്രധാനം നമ്മൾ TV രാജേഷിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനായ MLA പോലും ഇത്തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യം. നിങ്ങളൊരു പുതിയ ജനറേഷനിൽ പോലും പ്രതീക്ഷയില്ല എന്നുള്ളതാണ് കാര്യം. അദ്ദേഹം നിയമസഭക്കകത്ത് നിങ്ങൾ ഓർക്കുന്നില്ലേ, ഒരു വാച്ച് ആൻഡ് വാർഡിനെ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് പൊട്ടിക്കരയുന്ന TV രാജേഷിന്റെ വീഡിയോ ഇപ്പോഴും വൈറലായി നിൽക്കുകയാണ്. ആ കരഞ്ഞ രാജേഷാണല്ലോ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കൊല്ലാൻ ഗൂഢാലോചന നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പുതിയ ചെറുപ്പക്കാരിൽ പോലും നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു വലിയ സങ്കടം ഇതിനകത്തുണ്ട്. ഞങ്ങൾക്കൊരൊറ്റ കാര്യമേ ആവശ്യമുള്ളൂ, ഇത് CBI രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നതിൽ യാതൊരു അർത്ഥവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് 1000 വട്ടം നമുക്ക് പറയാൻ കഴിയും. ഞങ്ങളുടെ കാര്യം, ഞങ്ങളുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഈ കേസിൽ ഉൾപ്പെടെ നിങ്ങൾ നോക്കൂ, ഷുഹൈബ് കൊല്ലപ്പെട്ടു, വീണ്ടും ഷുക്കൂർ കൊല്ലപ്പെട്ടതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചത് ഇത് അവസാനത്തെ കൊലപാതകം ആകുമെന്നായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. നിരന്തരം കണ്ണൂരിൽ ആവർത്തിക്കപ്പെടുകയാണ്. ഞങ്ങളുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഇത് അവസാനിക്കണം. നേരത്തെ ഡൊമിനിക് പ്രസന്റേഷൻ ഇവിടെ പറഞ്ഞ പോലെ ഇത് അവസാനിക്കണം. കണ്ണൂരിലെ ഒരു പുതിയ ജനറേഷനെങ്കിലും രാഷ്ട്രീയം ഒരു സംവേദം, അതുപോലെ സംവാദവും നടക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ മാനസികമായി മാറണം. TV രാജേഷിനെ പോലെയുള്ള ക്രിമിനലുകൾ ഇനിയും ഈ ചെറുപ്പക്കാർക്ക് നേതൃത്വം കൊടുക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം സങ്കടകരമാണ്. അങ്ങനെ പറയുമ്പോഴും താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ സെൻസിറ്റീവായുള്ള രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് നാട്ടുകാർക്ക് പരിചയമുള്ള, പൊട്ടിക്കരയുകയായിരുന്നല്ലോ TV രാജേഷ്. അങ്ങനെ താങ്കൾ തന്നെ പറയുന്ന പോലെ വളരെ സെൻസിറ്റീവാണ് എന്ന് നാട്ടുകാർക്ക് പരിചയമുള്ള TV രാജേഷ് പോലും ഈ കേസിലുണ്ട്. അപ്പോൾ തിരിഞ്ഞൊന്ന് ആലോചിക്കുന്ന ആളുകൾക്ക് ഇയാളെയൊക്കെ പെടുത്തിയതായിരിക്കും എന്ന സംശയം കൂടെ ഉണ്ടാകുകയില്ലേ? അതുകൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ബലം വരികയല്ലേ നേതാവാണ് രാജേഷ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ ഒരിക്കലുമല്ല, സെൻസിറ്റീവാണ് രാജേഷ് എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ വാക്കിനെ മാറ്റി ഉപയോഗിക്കരുത്. ഞാൻ പറഞ്ഞത് ഒരു സെൻസിറ്റീവായ വിഷയത്തിൽ, വളരെ സെൻസിറ്റീവാണ് ഷുക്കൂർ വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ TV രാജേഷിനെ പോലെ ഒരു വാച്ച് ആൻഡ് വാർഡിനെ തൊട്ടു എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞ് നാടകം കളിച്ച ആള് ഇപ്പോൾ വന്നിട്ട് ഇതുപോലെയുള്ള ക്രിമിനൽ കേസുകൾക്ക് ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിൽ കുറ്റവാളിയായി തീരുമ്പോൾ
ഈ ഒരു നാടകം കളിക്കുന്ന ആളുകൾ ഈ പുതിയ കാലത്തെ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കാൻ പുതിയ തലമുറയിൽ പോലും CPM-നകത്തൊരു പ്രതീക്ഷയുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് സനീഷ്. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരിക എന്നതാണ്. ശ്രീ ഡൊമിനിക് പ്രസ്റ്റേഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് കണ്ണൂരും കോഴിക്കോട്ടും ഇങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ CPM-കാർക്കെതിരെ പോലും കൊലപാതക കേസൊന്നും ആരോപണങ്ങളായിട്ട് വരാത്തത്? നിങ്ങൾ അവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ നാടകം കളിക്കുകയാണ്. അതേ തുടർന്ന് പി ജയരാജനും TV രാജേഷിനെയും പോലുള്ള ആളുകൾ ഒരു കൊലപാതകം നടക്കാൻ മൗനമായിട്ടുള്ള അനുവാദം കൊടുക്കുക മാത്രമല്ല ആ കൊലയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ കൂടെയാണ്. കണ്ണൂരുകാർക്ക് മാത്രമുള്ള ഈ കുഴപ്പം അങ്ങ് പരിഹരിക്കപ്പെടട്ടെ ഈ സംഭവത്തോടു കൂടിയെന്ന പ്രതീക്ഷകളാണ് അവർക്കുള്ളത്. സനീഷേ, കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും BJP-യുടെയും ഒക്കെ ഒരു വലിയ ലക്ഷ്യമാണ്. അതിൽ BJP-യാണ് ഏറ്റവും വലിയ നിലയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നോക്കുക, 1970-കൾ മുതൽ ഇങ്ങോട്ട് എന്തൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്? മമ്പറം ദിവാകരൻ കൊലക്കേസിലെ പ്രതി, ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, മമ്പറം ദിവാകരൻ കോൺഗ്രസിൻ്റെ നേതാവല്ലേ. K. സുധാകരൻ എത്ര കൊലക്കേസിലാ പ്രതി? K. സുധാകരൻ ഇപ്പോഴും കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ട് നിൽക്കുകയല്ലേ. ഞാൻ ആ പേരുകളിലേക്കും വ്യക്തികളിലേക്കും ഞാൻ കടന്നു പോവുകയല്ല. കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ RSSന് BJP-ക്ക് വലിയ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ വിഷയങ്ങൾ കിട്ടുമോ അതെല്ലാം അവർ ഉപയോഗിക്കും. P. ജയരാജനെ കൊല്ലാൻ ശ്രമിച്ചതായിരുന്നു, P. ജയരാജന്റെ കൈവെട്ടിയെടുക്കാൻ നോക്കിയതായിരുന്നു. P. ജയരാജൻ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ആ ജയരാജനെ ആക്രമിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ അനുഭവങ്ങൾ അറിയില്ല. ആ യാത്രയിൽ പോലും ജയരാജനെ ആക്രമിക്കുകയാണല്ലോ ചെയ്തത്. അങ്ങനെയാണല്ലോ ജയരാജൻ ആശുപത്രിയിലായത്. ആ ആശുപത്രിയിൽ CPIM-കാർ തടിച്ചുകൂടി ആശുപത്രിയിലേക്കാണല്ലോ ഒരു മുസ്ലിം ലീഗുകാരൻ പോയിട്ട് ജയരാജന്റെ സംഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്, സ്വകാര്യമായി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മൊഴി കൊടുത്തു. ഞാൻ അതിലേക്കും കടക്കുകയല്ല. ഞാൻ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. 2012-ൽ നടന്ന സംഭവം കണ്ണപുരം പോലീസാണ് രജിസ്റ്റർ ചെയ്തത്. തുടരന്വേഷണത്തിൽ ചേർത്തിട്ടുള്ള വിഷയം ജയരാജനെതിരായി രാജേഷിനെതിരായി ചേർത്തിട്ടുള്ള ചാർജ് ഷീറ്റ് എന്നുള്ളത് അത് അവർ രഹസ്യം പോലീസിന് നൽകിയില്ല. അപകടകരമായ രഹസ്യം പോലീസിന് കൈമാറിയില്ല എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് മറ്റു കാര്യങ്ങൾ ചാർത്തിക്കൂടെ ശിവദാസൻ? അന്ന് അദ്ദേഹത്തിനെതിരായിട്ട് അന്വേഷണത്തിൽ അത് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. പക്ഷെ പിന്നീടുള്ള അന്വേഷണത്തിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. അതുകൊണ്ടായിരിക്കില്ലേ പിന്നീടുള്ള അന്വേഷണത്തിന്റെ സ്വഭാവം പറയാം സനീഷ്. ലോക്കൽ പോലീസ് അങ്ങനെ പറഞ്ഞില്ല. പിന്നീട് ആരുടെ കയ്യിലേക്കാണ് എത്തുന്നത്? CBI-യുടെ അന്വേഷണത്തിലേക്ക് പോകുമ്പോഴേക്ക് നേരത്തെ ഉണ്ടായിരുന്ന 2 മുസ്ലിം ലീഗുകാർ അവർ പറഞ്ഞു, ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല, അത് സമ്മർദ്ദം കൊണ്ട് ഒന്നും അവരവിടെ പോവില്ല, അവരവിടെ പോകുകയില്ല. ഞാൻ പറയുന്നു, അവരതേ അഭിപ്രായത്തിൽ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം. കോടതിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ തന്നെ പറഞ്ഞല്ലോ, കോടതിയിൽ നമുക്ക് കാണാം. കോടതിയിൽ ജയരാജൻ കോടതിയിൽ പോകുമല്ലോ, TV രാജേഷ് കോടതിയിൽ ഹാജരാവും. ആ കോടതിയുടെ വിചാരണയുടെ വേളയിൽ അതൊക്കെ നിയമപരമായി നേരിടാനുള്ള നല്ല കരുത്ത് ജയരാജനും TV രാജേഷിനുണ്ട്. അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട്. കൂട്ടായി നേരിടും. ഈ നിയമപരമായും രാഷ്ട്രീയമായും ഈ പ്രശ്നത്തെ നേരിടാനുള്ള നല്ല ധാരണയും കരുത്തും അവിടെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. ഈ കേരളത്തിലെ ജനങ്ങൾക്കാകെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. ഒറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുള്ളൂ, ഇന്ന് ഞങ്ങളെ വേട്ടയാടുകയാണ്, നാളെ RSS മുസ്ലിം ലീഗിനെ വേട്ടയാടും, നാളെ ഈ നാട്ടിലെ ക്രിസ്ത്യൻ സമുദായത്തെ വേട്ടയാടും. വളരെ നന്ദി ശിവദാസൻ. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ നജീബ് കാന്തപുരം, താങ്കൾ ഈ ചർച്ച അവസാനിപ്പിക്കാം. താങ്കൾ പറയാനുള്ളത് പറയുക. ഒപ്പം ഈ കേസിൽ പൂർണ്ണ നീതി ഷുക്കൂറിന്റെ ഉമ്മയ്ക്ക്, ഷുക്കൂറിന്റെ കുടുംബത്തിന് ലഭിക്കും എന്ന ശുഭപ്രതീക്ഷയുണ്ടോ? പക്ഷെ അപ്പോൾ തന്നെ RSSന്റെ ആയുധമാകുകയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ എന്ന ആക്ഷേപം നിങ്ങളെ ഭയപ്പെടുത്തുമോ? സനീഷ്, ഞാൻ പറഞ്ഞല്ലോ, RSSും CPM-ഉം ഒരേ നാണയത്തിന്റെ 2 വശങ്ങളായി കേരളത്തിൽ മാറുന്നു എന്നതാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യം. RSS എന്ത് ചെയ്യുന്നോ അതേ പ്രവർത്തനങ്ങൾ അതിനേക്കാൾ മനോഹരമായി നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇപ്പോൾ CPM മാറിയിരിക്കുന്നു. RSSനെ വെച്ച് നിങ്ങൾ എങ്ങനെയാണ് RSSനെ വിമർശിക്കാൻ നിങ്ങൾക്ക് കഴിയുക? കാരണം RSS പോലെയുള്ള ഫാഷിസ്റ്റ് നിലപാടിലേക്ക് CPM കഴിഞ്ഞ ഈ കാലങ്ങളിലൊക്കെ സഞ്ചരിച്ചതിൻ്റെ നിരവധി ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഷുക്കൂർ വധം, ഷുഹൈബിൻ്റെ വധം, TP ചന്ദ്രശേഖരൻ്റെ വധം, അങ്ങനെ നിരവധി കൊലപാതകങ്ങൾ. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ആവർത്തിച്ച് പറയാം, CPM-ഉം RSS-ഉം
അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളായി പോവുകയാണ്. CPM കത്തി താഴെ വെക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ കേരളം ഒരു നന്മയിലേക്ക് നടക്കുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ പക്ഷം. വളരെ വളരെ നന്ദി ശ്രീ നജീബ് കാന്തപുരം, ശ്രീ B ശിവദാസൻ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ A സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, എനിക്ക് ഒന്നുകൂടെ താങ്കളിലേക്ക് വരണമെന്നുണ്ടായിരുന്നു, സമയക്കുറവ് കൊണ്ടാണ് അങ്ങോട്ട് വരാതിരുന്നത്. വളരെ നന്ദി ഞങ്ങളോട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്വാഭാവികമായും ശ്രീ നജീബ് കാന്തപുരം പറഞ്ഞതുപോലെ അക്രമ രാഷ്ട്രീയം, കൊലപാതകം, രാഷ്ട്രീയ കൊലപാതകങ്ങൾ വലിയ ചർച്ചയാവും ഈ തെരഞ്ഞെടുപ്പിലും എന്ന സൂചന കൃത്യമായി നൽകിക്കൊണ്ടാണ് ഇന്ന് CBI അവരുടെ കുറ്റപത്രം, അനുബന്ധ കുറ്റപത്രം തലശ്ശേരി കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചത്. P ജയരാജൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തനങ്ങളെ അടക്കം വ്യക്തിപരമായിട്ട് ഏത് വിധത്തിലാണ് ഇത് സ്വാധീനിക്കുക, ബാധിക്കുക എന്ന കാര്യം കൂടെ വരും ദിവസങ്ങളിൽ അറിയേണ്ടതുണ്ട്. വളരെ നന്ദി അതിഥികൾക്ക് ഒരിക്കൽ കൂടെ. തെരഞ്ഞെടുപ്പിൽ ഇത് CPM ദോഷം ചെയ്യുമോ എന്ന ചോദ്യമായിരുന്നു ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പാകെ അവരുടെ അഭിപ്രായത്തിനായി വെച്ചിരുന്നത്. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 57% പേർ CPM ദോഷം ചെയ്യില്ല എന്ന് അഭിപ്രായപ്പെടുന്നു. സ്വാഭാവികമായിട്ടും CPM ദോഷം ചെയ്യരുത് എന്ന ആഗ്രഹമുള്ള CPM അണികൾ തന്നെയായിരിക്കും കൂടുതലായും ആ ഭാഗത്ത് വോട്ട് ചെയ്തിട്ടുണ്ടാവുക. CPM ദോഷം ചെയ്യുമോ എന്ന ചോദ്യത്തിന് ദോഷം ചെയ്യും എന്ന അഭിപ്രായം ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 43% പേർക്കുണ്ട്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.